നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ചാണ് നമ്മൾ ഏറ്റവും പുതിയ കിയ സിറോസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. അത് കിയ സിറോസിൻ്റെ ടോപ്പ് എൻഡ് മോഡലായിരുന്നു, ഡീസൽ ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇന്ന് എന്നോടൊപ്പം ഉള്ളതും കിയ സിറോസ് തന്നെയാണ്. ഡൽഹിയിലല്ല, കൊച്ചിയിൽ, കളമശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം കഞ്ചാവൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പിടിച്ച പോളിടെക്നിക്കിൻ്റെ അടുത്താണെന്ന് മാത്രമേ ഉള്ളൂ. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് 10,54,000 രൂപ ഓൺ റോഡ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതായത് ഓൺ റോഡ് വില വെറും 10,54,000 രൂപയാണ് കിയ സിറോസിൻ്റെ ഇന്ന് എന്നോടൊപ്പമുള്ള എൻട്രി ലെവൽ വേരിയൻറ്റിന്. പക്ഷേ അന്ന് നമ്മൾ ഡൽഹിയിൽ ഓടിച്ച ടോപ്പ് എൻഡ് മോഡലിന് ഏതാണ്ട് 22 ലക്ഷം രൂപ ഓൺ റോഡ് വില വരും. അപ്പോൾ എന്തൊക്കെയാണ് ടോപ്പ് എൻഡ് മോഡലും എൻട്രി ലെവൽ മോഡലുമായുള്ള വ്യത്യാസം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത്രയധികം വില കൊടുത്ത് സിറോസ് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അത്രയധികം പണമില്ലാത്തവർക്ക് 10,54,000 രൂപയ്ക്ക് കിയ സിറോസിൽ എന്തൊക്കെ കിട്ടും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. കിയ പോലുള്ള വാഹന നിർമ്മാതാക്കളുടെ കാര്യത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത ടോപ്പ് എൻഡ് മോഡലും എൻട്രി ലെവൽ മോഡലും ഒന്നുമായിട്ട് വലിയ വ്യത്യാസം ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. അതായത് ഒരു സാധാരണ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും പൊതുവേ എൻട്രി ലെവൽ മോഡലിന് കിയ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ രണ്ട് മോഡലിലും ഉള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് രണ്ട് വേരിയൻസ് ആണ്. ഒന്ന് STK എന്ന എൻട്രി ലെവൽ വേരിയൻറ്റ്, അതാണ് കാണുന്ന ബ്ലാക്ക്. ഈ കാണുന്നത് STK ഓപ്ഷണൽ എന്ന വേരിയൻ്റ് ആണ്, അതായത് തൊട്ട് മുകളിലുള്ള വേരിയൻറ്റ്. ഈ രണ്ടും തമ്മിലുള്ള വില വ്യത്യാസം ഏകദേശം 1 ലക്ഷം രൂപയാണ്. ഏകദേശം അല്ല, കൃത്യമായി 1 ലക്ഷം രൂപയാണ്. ആ വാഹനത്തിന് 8,99,000 രൂപയാണ് എക്സ്ഷോറൂം വിലയെങ്കിൽ ഇതിന് 9,99,000 രൂപ, അതായത് കൃത്യമായി 1 ലക്ഷം രൂപ വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് നോക്കാവുന്നത് ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് മോഡലുകളിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ ഓൾറെഡി ടോപ്പ് എൻഡ് മോഡലിൻ്റെ ഫീച്ചേഴ്സൊക്കെ വെച്ച് വീഡിയോ ചെയ്തിരുന്നു, അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയും ആവാം. അപ്പോൾ ഈ വിലയുള്ള, അതായത് 10,54,000 രൂപ ഓൺ റോഡിന് കിട്ടുന്ന STK വേരിയൻറ്റും നിങ്ങൾക്ക് ഒരു കുടുംബത്തിന് പറ്റുന്നതാണോ എന്നാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കിയ സിറോസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കിയ സിറോസിൻ്റെ വേരിയൻസിനെ കൂടുതൽ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം സംസാരിക്കാം. നമുക്കൊക്കെ പലപ്പോഴും ഫോറസ്റ്റ് ട്രേഡിങ്, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, കൂടാതെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവും. നമുക്കൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ എന്നൊരു തോന്നലായിരിക്കും. തന്നെയല്ല, പലരും അതിലൊക്കെ നിക്ഷേപിച്ച് പൈസ പോയ കഥയൊക്കെ പറഞ്ഞ് കേട്ടിട്ടും ഉണ്ടാകും. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തപ്പോഴാണ്. നമ്മൾ ജോലി ചെയ്യുന്നു, പണം സമ്പാദിക്കുന്നു, പൈസ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുന്നു, അതാണല്ലോ നമ്മൾ പൊതുവേ ചെയ്യുന്നൊരു കാര്യം. പക്ഷേ അതിലുമൊക്കെ മികച്ച നിക്ഷേപ സാധ്യതകളാണ് ഫോറസ്റ്റ് ട്രേഡിങ്ങിലൂടെയും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ നമുക്ക് സാധ്യമാകുന്നത്. അപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു രംഗത്തേക്ക് ഇറങ്ങേണ്ടത്. കൂടുതൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കോഴ്സുകളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. എൻട്രിഫിൻ അക്കാഡമിയുടെ ചില കോഴ്സുകളുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ജോലികൾക്കിടയിൽ പോലും ആ കോഴ്സ് പഠിക്കുകയും ചെയ്യാം, മറ്റ് ജോലികൾക്കിടയിൽ ഇത്തരത്തിലുള്ള നിക്ഷേപ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. എൻട്രിഫിൻ അക്കാഡമി ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനം എന്ന പേര് കേട്ട സ്ഥാപനമാണ്. ഏതാണ്ട് 25,000-ലധികം പേരാണ് ഇപ്പോൾ കേരളം, കർണാടകം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ മാത്രം ഇത്തരം കോഴ്സുകൾ പഠിച്ചിറങ്ങി ലാഭകരമായ രീതിയിൽ നിക്ഷേപ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, സെബി കോംപ്ലൈൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് എൻട്രിഫിൻ അക്കാഡമി നിങ്ങൾക്ക് നൽകുന്നതെന്നുള്ളതാണ്. തന്നെയുമല്ല, സെബിയുടെ ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റ് എപ്പോഴും ഇവരുടെ പ്ലാറ്റ്ഫോമൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ കൃത്യമായ കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ട്രേഡിങ്, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഇവിടെ കോഴ്സുകളുള്ളത്. 2 മാസം, 3 മാസം, കൂടാതെ ഇൻ്റഗ്രേറ്റഡ് 5 മാസത്തെ കോഴ്സുകളൊക്കെ ഉണ്ട്. കൂടാതെ മറ്റൊരു കാര്യമുള്ളത്, NISM അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ട്രേഡേഴ്സിൻ്റെ മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യമാണ്. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് കിട്ടുന്നത് NSDCയുടെ സർട്ടിഫിക്കേഷനാണെന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ വെറുതെ കോഴ്സ് പഠിപ്പിച്ച് നിങ്ങളെ പുറത്തേക്ക് വിടുകയല്ല എൻട്രിഫിൻ അക്കാഡമി ചെയ്യുന്നത്. 12,000-ലധികം വരുന്ന ട്രേഡേഴ്സിൻ്റെ ഒരു പ്രീമിയം ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ നിങ്ങൾക്കൊരു ലൈഫ് ടൈം മെമ്പർഷിപ്പ് തരും. അതായത് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും ഏത് സമയത്തും നിങ്ങൾക്ക് സംശയം ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ലൈവായിട്ട് ട്രേഡിങ്ങിലുള്ളവരുടെ ഗ്രൂപ്പാണത്. അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിലൂടെ പരിഹാരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ ചേരാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ കൊടുക്കാം, സംശയങ്ങൾ അതിൽ വിളിച്ച് ചോദിക്കാം. കൂടാതെ ഒരു ഗൂഗിൾ ഫോം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ഫില്ല് ചെയ്ത് അയക്കുക. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയക്കുന്നവർക്ക് തുടക്കത്തിൽ ചെറിയ ഡിസ്കൗണ്ടൊക്കെ ഫീസിൻ്റെ കാര്യത്തിൽ തരികയും ചെയ്യും. എങ്കിലും ഫീസിനെ പറ്റി ഓർത്ത് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് EMI ഓപ്ഷനും എൻട്രിഫിൻ അക്കാഡമി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഫീസ് അടയ്ക്കാതെ EMI ആയിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സംശയങ്ങൾ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയക്കാം. അപ്പോൾ എല്ലാവരും കൂടുതൽ മികച്ച നിക്ഷേപ സാധ്യതകൾ അങ്ങനെ കണ്ടെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി വീണ്ടും നമ്മുടെ കിയ സിറോസിൻ്റെ കാഴ്ചകളിലേക്ക് പ്രവേശിക്കാം. എന്താണ് കിയ സിറോസ് എന്ന ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്കറിയാവുന്ന പോലെ ധാരാളം സബ് 4 മീറ്റർ വാഹനങ്ങളുള്ളൊരു കാലഘട്ടമാണ്.
അതിനിടയിൽ നിന്നും എന്തിനാണ് ഞാൻ കിയ സിറോസ് വാങ്ങിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൻ്റെ രൂപത്തിലെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഗംഭീരമാണ്. അതായത് നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്ന രൂപം ഒന്നുമല്ല ഈ ഒരു വാഹനത്തിന്. സൈഡ് പ്രൊഫൈൽ ഇദ്ദേഹത്തിന് കുട്ടി ഡിഫൻഡർ എന്നൊരു പേര് പോലും ഇപ്പോൾ ആരാധകർ ഇട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പഴയ സ്കോഡ എറ്റിയുടെ ഒരു രൂപമായിട്ടാണ് പ്രധാനമായിട്ടും നമുക്ക് സൈഡ് പ്രൊഫൈലിൽ സാമ്യം പറയാവുന്നത്. എപ്പോഴും വ്യത്യസ്തമായ രൂപം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് കിയ. ഈ വാഹനത്തിൽ അത് കൃത്യമായിട്ടും കാണാം. പിന്നിലേക്ക് വരുമ്പോഴാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂപം എന്നാണ് പറയേണ്ടത്. വളരെ ബോക്സി ഡിസൈൻ ആണെങ്കിൽ പോലും ഈ ഒരു ചെറിയ രൂപത്തിൽ ഈ ബോക്സി ഡിസൈൻ വന്നത് വളരെ രസകരമായിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ടോൾ ബോയ് ഡിസൈനുള്ള വാഹനമാണെന്നാണ് പറയേണ്ടത്. ഹൈറ്റ് അതുപോലെയുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഈ ഒരു ചെറിയ അതായത് സബ് 4 മീറ്ററിൽ നിന്നുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ വാഹനമാക്കി മാറ്റാൻ കിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. 2550 മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടിയ ഒരു വീൽ ബേസാണ്. മഹീന്ദ്രയുടെ 3XOയ്ക്ക് മാത്രമാണ് അതിൽ കൂടുതൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വീൽ ബേസ് ഉള്ളത്. മറ്റൊരു കാര്യമുള്ളത്, ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 190 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതും ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടിയ, ഈ സെഗ്മെൻറ്റിലെ തൊട്ടടുത്ത സെഗ്മെൻറ്റ് നോക്കിയാലും രണ്ടും നോക്കിയാൽ പോലും ഏറ്റവും കൂടിയ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിനുള്ളതെന്ന് കാണാം. അതുപോലെ തന്നെ ഹൈറ്റ് ഈ വാഹനത്തേക്കാൾ കൂടുതലുള്ള ഒരു വാഹനമേ ഉള്ളൂ ഈ സെഗ്മെൻറ്റിൽ, അത് മാരുതിയുടെ ബ്രസയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡയമെൻഷൻസ് എല്ലാം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയൊരു വാഹനമെന്ന് തന്നെ വിളിക്കാം, കാഴ്ചയിൽ അത്രയും തോന്നുന്നില്ലെങ്കിൽ പോലും. മറ്റൊരു കാര്യമുള്ളത് ബാക്ക് സീറ്റ് കംഫർട്ടാണ്. ബാക്ക് സീറ്റിലെ കംഫർട്ടും അതുപോലെ തന്നെ ലെഗ് സ്പേസും ഈ സെഗ്മെൻ്റ് എന്നല്ല അടുത്ത സെഗ്മെൻറ്റിലെയും ഏറ്റവും കൂടിയതാണ്. അത്തരം പ്രത്യേകതകളൊക്കെയാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു സബ് 4 മീറ്റർ വാഹനം വാങ്ങിക്കുമ്പോൾ ഏറ്റവും വലിപ്പം കൂടിയൊരു വാഹനം വാങ്ങിക്കാൻ പറ്റും സിറോസാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ. പക്ഷേ നമ്മൾ ടോപ്പ് എൻഡ് മോഡലിൽ കണ്ട ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം 10 ലക്ഷം രൂപയുടെ ഡിഫറൻസാണ് ഈ രണ്ട് വേരിയൻസും തമ്മിൽ. അത് ടോപ്പ് എൻഡ് മോഡൽ 22 ലക്ഷം രൂപ വരുമ്പോൾ ഇതിന് 10,54,000 രൂപ എന്ന് പറയുമ്പോൾ 11 ലക്ഷം രൂപ കുറവാണ് ഈ വേരിയൻ്റ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രധാന വ്യത്യാസങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രധാനമായിട്ട് നമുക്ക് മുൻഭാഗത്ത് കാണാവുന്നത് ഇതിന് LED ഹെഡ്ലാമ്പ് ഇല്ല എന്നുള്ള കാര്യമാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഹാലജൻ ഹെഡ്ലാമ്പാണ്. പക്ഷേ ഹെഡ്ലാമ്പിൻ്റെ ഡിസൈനിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതായത് ഐസ് ക്യൂബ് ഡിസൈൻ എന്നാണ് കമ്പനി ഇതിൻ്റെ ഡിസൈനെ വിളിക്കുന്നത് ഹെഡ്ലാമ്പിൻ്റെ. അത് പക്ഷേ അതേപടി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് ഹാലജനായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, അതാണ് എൻട്രി ലെവൽ വേരിയൻറ്റ്. ഇതിൻ്റെ തൊട്ട ഓപ്ഷണലാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വാഹനത്തിലേക്ക് തന്നെ ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ അത് വ്യത്യാസമില്ലാതെ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഇതിൽ ഡേറ്റ റണ്ണിംഗ് ലാമ്പ് കൊടുത്തിട്ടില്ല. ഈ രണ്ട് വേരിയൻറ്റിലും ഡേറ്റ റണ്ണിംഗ് ലാമ്പില്ല. STKയിലും ഓപ്ഷണലിലും രണ്ടിലും കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും ഭംഗിയുള്ള രീതിയിലുള്ള ആ ഒരു ഹെഡ്ലാമ്പ് ഡിസൈൻ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഒരു മാറ്റവുമില്ല. അടച്ചു കെട്ടിയ ഒരു ഗ്രില്ലാണ്. എന്താണ് ഇതിൻ്റെ ഗുണമെന്ന് ചോദിച്ചാൽ, അടുത്ത വർഷം സിറോസിൻ്റെ ഇലക്ട്രിക് വരികയാണ്. ഇലക്ട്രിക് വരുമ്പോൾ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. കാരണം ഇലക്ട്രിക് വാഹനങ്ങളുടെ അതേ രീതിയിൽ പൂർണ്ണമായിട്ടൊരു ബോഡി പാനൽ വെച്ച് അടച്ചിരിക്കുന്ന ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡിസൈൻ രീതി ഇപ്പോൾ തന്നെ ഈ വാഹനത്തിനുണ്ട്. ഇവിടെയൊക്കെ എയർ ഡാം ഒക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ വളരെ വലുപ്പത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു. മറ്റ് ടോപ്പിൻ്റെ മോഡലിലേക്ക് വരുമ്പോൾ അഡാസ് ഫീച്ചേഴ്സിൻ്റെ കുറേ സെൻസേഴ്സൊക്കെ ഈ ഭാഗത്ത് ഒരു പെട്ടിയായിട്ട് കാണാമെങ്കിൽ അത് ഇതിലില്ല. കാരണം ഇതിൽ അഡാസ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടില്ല. താഴെയായിട്ട് വരുമ്പോൾ അലൂമിനിയം ഫിനിഷുള്ള ഒരു സ്കിഡ് പ്ലേറ്റും മറ്റും കൊടുത്തിരിക്കുന്നു. അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. മുൻഭാഗം തീർച്ചയായിട്ടും വളരെ രസകരമായ രൂപമാണ്. നമ്മൾ ജപ്പാനിലൊക്കെ പോകുമ്പോൾ കാണുന്ന ചില കേക്ക് കാർസ് എന്ന് പറയുന്ന കാറുണ്ട്. അതായത് അവരുടെ ഒരു ഡിസൈൻ രീതിയുണ്ട്. അത് അതേപടി തന്നെയാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ബോണറ്റിൻ്റെ ലിപ്പിൻ്റെ ഭാഗമൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അതാണ് നമുക്ക് മുൻഭാഗത്ത് കാണാവുന്നത്. അപ്പോൾ മുൻഭാഗത്ത് ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ഹെഡ്ലാമ്പ് LED അല്ലാതെ ഹാലജനായി എന്നുള്ളത് മാത്രമാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്ന മാറ്റം ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് 16 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ വാഹനം ഓപ്ഷണൽ, XTK ഓപ്ഷണൽ എന്ന് പറയുന്നതിൻ്റെ ഡീസലാണിപ്പോൾ ഇവർ ഡീലർഷിപ്പിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്നത്, ഇഞ്ചോൺ കെയിൽ നിന്നും. അതിനാണ് 16 ഇഞ്ച് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പെട്രോൾ ആണെങ്കിൽ അതിന് 15 ഇഞ്ച് ടയേഴ്സേ കൊടുത്തിട്ടുള്ളൂ. എന്ന് തന്നെയുമല്ല, അതാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇതാ ആ കാണുന്ന രീതിയിലുള്ള സ്റ്റീൽ വീലാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ അലോയ് വീലല്ല കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾ കണ്ടല്ലോ. ഇതും വേണമെങ്കിൽ നമുക്ക് ഈ വാഹനം ഇലക്ട്രിക്കായിട്ട് മാറുമ്പോൾ അതേപടി ഉപയോഗിക്കാവുന്ന എയറോ വീലിൻ്റെ രൂപമാണ് അതിന് കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. അത് 15 ഇഞ്ചാണ്. പക്ഷേ ഇതിപ്പോൾ ഡീസലാണ്. നമ്മളിപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനം ഡീസൽ 16 ഇഞ്ചാണെന്ന് മാത്രമല്ല, ഇതുപോലെ രസകരമായ ഒരു രൂപമാണ് വീലിന് കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ആ ഒരു 15 ഇഞ്ചിനേക്കാളും രസം ഈ ഒരു വീല് കാണാനാണ് എന്നുള്ള കാര്യമാണ്. സൈഡ് വ്യൂ മിറേഴ്സിലേക്ക് വരുമ്പോൾ ഇത് ഫോൾഡബിൾ ആണ്. ഈ ഒരു ഓപ്ഷണൽ എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ. പക്ഷേ നമ്മൾ കാണുന്ന ആ ഒരു എൻട്രി ലെവൽ മോഡലിൽ അത് ഫോൾഡബിൾ അല്ല. പക്ഷേ അഡ്ജസ്റ്റബിൾ തന്നെയാണെങ്കിലും ഫോൾഡബിൾ അല്ല എന്നുള്ളതാണ് പ്രത്യേകത. മറ്റൊരു കാര്യമുള്ളത്, സൈഡ് പ്രൊഫൈലിൽ നമ്മൾ കാണുന്ന ഈ ഫ്ലഷ് ഡോർ ഹാൻഡിൽ പോലുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു വ്യത്യാസം സംഭവിച്ചില്ല. ടോപ്പ് എൻഡിൽ കാണുന്ന അതേ കാര്യം തന്നെ കൊടുത്തിരിക്കുന്നു. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ എൻട്രി ലെവൽ മോഡലിൽ ഈ ഒരു സംഭവമില്ല. റൂഫ് റെയിൽ എന്ന് പറയുന്ന സംഭവം കൊടുത്തിട്ടില്ല. പക്ഷേ അത് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതില്ലാത്തതാണ് രസകരമായിട്ട് തോന്നിയത്. അതിൻ്റെ ഒരു നേക്കഡ് രൂപമുണ്ട് അതിന്. അതാണ് കുറച്ചുകൂടി ഒരു ഡിഫൻഡറിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന രൂപം എന്നാണ് തോന്നുന്നത്. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ സൗന്ദര്യ എന്ന ബോധം വെച്ച് ഞാൻ പറഞ്ഞു വന്നു മാത്രമേ ഉള്ളൂ.
സൈഡ് പ്രൊഫൈലാണ് ഈ കാണുന്നതിൽ ഏറ്റവും പ്രത്യേകതയുള്ള രൂപം. ഇവിടെയൊക്കെ ഉള്ള ഈ കട്ടുകളൊക്കെ നല്ല രസകരമാണ്. ഈ ഒരു വിൻഡോയിൽ അതിൻ്റെ കട്ടൊക്കെ രസമാണ്. ഇവിടേക്ക് വരുമ്പോൾ സാമാന്യം വലിയ ഒരു ഗ്ലാസ് ഏരിയ കാണാം. അതുപോലെ തന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിൽ, താഴെ കാണുന്ന ഈ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗവും ഈ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷുള്ള ഭാഗവും അത്തരം കാര്യങ്ങളെല്ലാം ടോപ്പ് എൻഡിൽ കാണുന്ന അതേപടി നിലനിർത്തിയിട്ടുണ്ട്. യാതൊരു ഒരു വ്യത്യാസവും അതിലൊന്നും കാണിച്ചിട്ടില്ല. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, അതിലും വ്യത്യാസമൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല. പിൻഭാഗത്തേക്ക് വരുമ്പോൾ വ്യത്യാസം പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് മുൻഭാഗത്ത് നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ ഒരു ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത് ഹാലജനാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്, LED അല്ല. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, ഹാലജനും അതുപോലെ തന്നെ LED ഒക്കെ ആകുമ്പോൾ വലിയ ഒരു ചിലവ് വ്യത്യാസം വരുന്നുണ്ടെന്നുള്ള കാര്യമാണ്. കാരണം എൻട്രി ലെവൽ മോഡലിലേക്ക് വരുമ്പോൾ മിക്ക വാഹന നിർമ്മാതാക്കളും LED ഉപയോഗിച്ച് ഹാലജനിലേക്ക് വരുന്നു. അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയും വലിയൊരു ചിലവ് വ്യത്യാസം ഇവ തമ്മിലുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഇവിടെ കാണുന്ന ഈ തരത്തിലുള്ള ഒരു LED സ്ട്രിപ്പ് ഉള്ള കാര്യങ്ങൾക്കൊന്നും വ്യത്യാസം സംഭവിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ ടോപ്പ് എൻഡിൽ കാണുന്നതിന് ഇവിടെയും കാണുന്നുണ്ട്. പിന്നെ സ്റ്റോപ്പ് ലാമ്പ്, റിയർ സ്പോയിലർ, അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന, അത്തരം കാര്യങ്ങളൊന്നും യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമായിട്ട് പറയാവുന്നത്. അതുപോലെ തന്നെ ബാഡ്ജിങ്ങിലും വ്യത്യാസമൊന്നുമില്ല. സീറോസ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം. ഓട്ടോ എന്നൊരു ബാഡ്ജിങ് ഓട്ടോമാറ്റിക് കൊടുക്കാറുണ്ട്, അത് ഇതിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ബമ്പറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിസൈനിലും അതിൻ്റെ കളേഴ്സിലും ഒന്നും യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. പിൻഭാഗത്ത് സെൻസേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാകും. സെൻസേഴ്സും റിവേഴ്സ് ക്യാമറയും എല്ലാം എല്ലാ വേരിയൻറ്റിലും ഉണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. ADAS ഫീച്ചേഴ്സ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പൊങ്ങടാ 390 ലിറ്റർ എന്ന് പറയുന്ന ഗംഭീരമായ ബൂട്ട് സ്പേസ്, അതും ഈ ഒരു വേരിയൻറ്റിൽ യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. കൂടാതെ നമുക്ക് ഈ പിൻഭാഗത്തെ സീറ്റ് സ്ലാൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ബൂട്ട് സ്പേസ് കുറയുന്നൊരു പ്രശ്നം മറ്റേ ടോപ്പിൻ്റെ മോഡലുണ്ട്. ഇതിലതൊന്നുമില്ല. ഇതിൽ കാരണം ഇതിൽ സ്ലാൻഡ് ചെയ്യാവുന്നൊരു ഇത് കൊടുത്തിട്ടില്ല, ഓപ്പറേഷൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണ് നിൽക്കുക. അതുകൊണ്ട് ഫുള്ളായിട്ട് ചരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സാധനങ്ങൾ കയറ്റാമെന്നല്ലാതെ 390 തൊട്ട് 463 വരെ ബൂട്ട് സ്പേസ് മാറ്റാം. അതിൻ്റെ സ്പേസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമെന്നുള്ള സ്ലാൻഡിങ് പൊസിഷനിൽ മാത്രമാണ്. അത് ഈ ഒരു എൻട്രി ലെവൽ വേരിയൻറ്റിൽ കൊടുത്തിട്ടുമില്ല. സ്പെയർ ടയർ കൊടുത്തിട്ടുണ്ട്. അത് 15 ഇഞ്ചാണ് വരുന്നത് കമ്പനി കൊടുക്കുന്നത്. അതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും വളരെ നീറ്റായിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ വ്യക്തമാകും എത്രത്തോളം ഗുണനിലവാരമുണ്ട് ഈ വാഹനത്തിൻ്റെ നിർമ്മാണത്തിൽ എന്നുള്ള കാര്യം. അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. ഈവൻ ഈ ഒരു ADAS ഫീച്ചേഴ്സ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് പോലും ടോപ്പ് എൻഡ് മോഡലിനോടൊപ്പം നിൽക്കുന്നതാണെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇൻറ്റീരിയറിൽ വരുത്തിയിരിക്കുന്ന കുറവുകൾ എന്ന് നോക്കാം. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്കൊരു വ്യത്യാസം തോന്നുന്നത് സീറ്റിൻ്റെ കാര്യത്തിലാണ്. സീറ്റ് ഇത് ഫാബ്രിക് ആയിട്ട് മാറിയിട്ടുണ്ട്. ടോപ്പിൻ്റെ മോഡലിലേക്ക് വരുമ്പോൾ ലെതററ്റ് സീറ്റാണ്, അത് തന്നെയല്ല അതിന് വെൻറ്റിലേറ്റഡുമാണ്. അത് ഇതിനകത്ത് ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും നല്ല കുഷ്യനിങ് ഉള്ള സീറ്റാണിത്. ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ബ്രൗൺ നിറമൊക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്രിപ്പുള്ള സീറ്റാണെന്നുള്ളതാണ് എനിക്കൊരു കാര്യമായിട്ട് തോന്നിയത്. സുഖമായിട്ടിരിക്കാം. എന്നാലും ഡാഷ്ബോർഡിലേക്കൊക്കെ നോക്കുമ്പോൾ സന്തോഷം തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് വലിപ്പച്ചെറുപ്പമില്ലാത്ത രീതിയിൽ സ്ക്രീൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. സാധാരണ രീതിയിൽ എപ്പോഴും നമ്മളൊരു നാണം കെടുത്തുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡിൽ വലിയ സ്ക്രീൻ, മറ്റേ എൻട്രി ലെവൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കുഞ്ഞിക്ക സ്ക്രീനും കൊടുക്കും. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വലിയ സ്ക്രീനാണ്. ഒത്തിരി ഫീച്ചേഴ്സ് എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വലിയ സ്ക്രീൻ 12.3 ഇഞ്ചിൻ്റെ 2 സ്ക്രീനുകൾ അതേപടി നീട്ടി പിടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ മ്യൂസിക് സിസ്റ്റത്തിൻ്റെതായ ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും മറ്റ് പല ഫീച്ചേഴ്സും ഉണ്ടല്ലോ. കീയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റമാണ്. അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഒത്തിരി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഈ കാണുന്നതൊക്കെ തന്നെയുള്ളൂ. ഫോണിൻ്റെ സാധനം, മാനുവൽ സെറ്റിങ്സ്, ഇതൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ 64 കളേഴ്സിൻ്റെ ആംബിയൻ ലൈറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. അത് ബേസിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് മാത്രമേ പ്രതീക്ഷിക്കുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കരുത്.
ഇവിടേക്ക് വരുമ്പോഴാണെങ്കിലും ഈ ഒരു സ്ക്രീനിൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ എന്താണ് ടോപ്പ് എൻഡിൽ നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 5 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ സ്ക്രീൻ പൂർണ്ണമായിട്ട് എടുത്ത് കളഞ്ഞു. കാരണം ഇതിന് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഇല്ല, അത് മാനുവൽ AC ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ സ്വിച്ചുകൾക്കൊന്നും മാറ്റമില്ല. ഇത് ഈ ഒരു സ്ക്രീനിൻ്റെ കൺട്രോൾ, വോളിയം കൺട്രോളാണ് ഈ കൊടുത്തിരിക്കുന്നത്. നല്ല മ്യൂസിക് സിസ്റ്റം തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. ജോയി ആലുക്കാസിൻ്റെ പരസ്യം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ സെറ്റപ്പ്, മീഡിയ സെർച്ച്, മാപ്പ്, ഹോം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതേപടി തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം ഇവിടെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ സ്വിച്ചുകളൊക്കെയാണ്. ഇത് വളരെ കൺസീൽഡായിട്ട് കൊടുത്തിരിക്കുന്ന ഭംഗിയുള്ള സ്വിച്ചാണെന്ന് പറയാം. ഇവിടെ പക്ഷേ കൊടുത്തിരിക്കുന്നത് ഈ ഒരു AC കൺട്രോളുകളുടെ സ്വിച്ചുകളും മറ്റുമാണ്. അതൊക്കെ വളരെ നിലവാരമുള്ള സ്വിച്ചുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടില്ല എന്ന് പറയാം. അതിന് പകരമായിട്ട് ഈ ഭാഗത്ത് നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ സാധിക്കും. ചാർജിങ് പോയിൻറ്റുകളുടെ കാര്യത്തിലൊന്നും യാതൊരു പിശുക്കും കൊടുത്തിട്ടില്ല. ഇഷ്ടം പോലെ ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ വരുമ്പോൾ 360 ഡിഗ്രി ക്യാമറ ഇല്ല, അതിന് പകരം നിങ്ങൾക്ക് റിവേഴ്സ് ക്യാമറ, തരക്കേടില്ലാത്ത റിവേഴ്സ് ക്യാമറ, നല്ല റെസൊല്യൂഷനുള്ള റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മാനുവൽ ഗിയർ ബോക്സുള്ള വാഹനമായതുകൊണ്ട് ഗിയർ ലിവറാണ് നമ്മൾ കാണുന്നത്. അത് നല്ല നിലവാരം, നല്ല രസകരമായ രീതിയിൽ റിവേഴ്സ് ഇടുമ്പോൾ നമ്മളിത് ഉയർത്തിയിട്ടിടണം എന്ന് മാത്രമേ ഉള്ളൂ. അത് കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ ഉണ്ട്. നല്ല ആംറസ്റ്റ് ഉണ്ട്. അതിൽ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സാധാരണഗതിയിൽ എൻട്രി ലെവലിലേക്ക് വരുമ്പോൾ ഈ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി ആംറസ്റ്റൊക്കെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. കളേഴ്സിലേക്ക് വരുമ്പോഴും മാറ്റമൊന്നുമില്ല. ബ്ലാക്ക്, ഇവിടെ ഒരു ഓഫ് വൈറ്റ്, ബ്ലാക്ക് ഫിനിഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന വൈറ്റ് നിങ്ങൾ കാര്യമാക്കേണ്ട കേട്ടോ. ഇതൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതാണ്. അതിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ചെറിയ ഒരു ആഷ് നിറമുള്ള ഈ ഒരു പിയാനോ ആഷ് നിറം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ ഒരു ഉടനീളം ഈ ഒരു സ്ട്രിപ്പിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഓറഞ്ച് ആക്സൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു AC വെൻറ്റുകളുടെ ഭാഗത്ത് AC വെൻ്റൊക്കെ നല്ല ഭംഗിയാണ്. കൺസീൽഡായിട്ട് ഒട്ടും പുറത്ത് കാണാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു ആദ്യത്തെ മോഡൽ അതായത് ഇതിൻ്റെ ടോപ്പിൻ്റെ മോഡൽ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത് എങ്ങനെയാണ് 3995 മില്ലിമീറ്ററിൽ ഇത്രയും സ്പേസ് കണ്ടെത്തുക എന്നുള്ള കാര്യം അതിപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, എന്തുമാത്രം സ്പേസാണ്. അത് പിൻഭാഗത്തേക്ക് പോകുമ്പോൾ അതിലും സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ആ ഒരു സ്പേസിൻ്റെ ഒരു യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോർ പാഡിലേക്ക് പോകുകയാണെങ്കിൽ യാതൊരു പിശുക്കും കാണിക്കാത്ത രീതിയിൽ 2-3 ബോട്ടിലുകളൊക്കെ വയ്ക്കാവുന്ന സ്പേസ് ഉണ്ട്. നല്ല ആംറസ്റ്റ് ഉണ്ട്. നല്ല ഭംഗിയുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ അവിടെ വലിയൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒട്ടും തന്നെ നമുക്ക് എന്താണ് കോർണറൊക്കെ തിരിയുമ്പോഴാണെങ്കിലും ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാകാത്ത രീതിയിലാണ് ഇവിടെ ഒരു കോർണർ ഗ്ലാസ് ഈ കൊടുത്തിരിക്കുന്നത്. നല്ല സാമാന്യം വലിയ കോർണർ ഗ്ലാസ് ആണത്. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് സ്പോട്ടൊന്നും ഉണ്ടാകേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓപ്ഷണൽ എന്ന് പറയുന്നത് STK ഓപ്ഷണൽ എന്ന് പറയുന്ന തൊട്ട് രണ്ടാമത്തെ സെക്കൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഈ കാണുന്ന പോലെ ഫോൾഡബിൾ ആയിട്ടുള്ള സൈഡ് വ്യൂ മിറേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എൻട്രി ലെവൽ മോഡൽ ഫോൾഡബിൾ അല്ല. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉൾഭാഗത്തുനിന്ന് ചെയ്യാമെങ്കിൽ പോലും ഫോൾഡബിൾ അല്ല അതിൽ കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളിലൊന്നും ബാക്കി ഒരു കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. അത് സൺറൂഫാണ്. സൺറൂഫ് എന്ന് പറയുന്നത് സിംഗിൾ പെയിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സൺറൂഫ് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകത. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ. പനോരമയ്ക്കാണ് ഇതിൻ്റെ അടുത്ത ടോപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഇത് സിംഗിൾ പെയിൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. സംഭവമൊക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ പിശുക്കൊന്നും കാണിച്ചിട്ടില്ല. സ്റ്റിയറിംഗ് വീൽ നല്ല ഭംഗിയുള്ള രീതിയിലുള്ള അതേ സ്റ്റിയറിംഗ് വീൽ ഇവിടെ പിന്തുടരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ മറ്റ് ഈ ഒരു സ്ക്രീനിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും പിന്നെ വോളി അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒക്കെ സ്വിച്ചുകൾ മാത്രമേ ഇതിൽ കാണാനുള്ളൂ. എങ്കിൽ പോലും ഈ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ മോശമല്ല. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു വലിയ സ്ക്രീനാണ്, മീറ്റർ കൺസോളിൻ്റെ സ്ക്രീനാണ്. അത് അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യത്തിൽ മാനുവലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ സാധ്യമാണ്. നമുക്കിത് ഹൈറ്റ് മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഓട്ടോമാറ്റിക്കാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ടോപ്പ് എൻഡിലെങ്കിൽ ഇതിൽ ഹൈറ്റ് നമുക്ക് മാനുവലി വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ ഇവിടെ സാധാരണ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുന്നിലേക്കും പിന്നിലേക്കുമുള്ള മൂവ്മെൻറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. സ്ലാൻഡിങ് പൊസിഷന് വേണ്ടിയുള്ള മാനുവലായിട്ടുള്ള ലിവറും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ഫാമിലിക്ക് തീർച്ചയായിട്ടും പറ്റുന്നൊരു വാഹനമാണ്. ഇത് ഡീസൽ എഞ്ചിൻ മോഡലാണ്, നല്ല മൈലേജുള്ള മോഡലുമാണ്. ഇതിലേക്ക് വരുമ്പോൾ പക്ഷേ ഓൺ റോഡ് 13,25,000 രൂപ വരും. പക്ഷേ ഇതിൻ്റെ തന്നെ പെട്രോൾ STK ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 11,70,000 രൂപയ്ക്ക് ആ വാഹനം ഓൺ റോഡ് കിട്ടുമെന്നുള്ള പ്രത്യേകത. അപ്പോൾ ഡീസലാണ് വാങ്ങിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി മൈലേജ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ പക്ഷേ കുറച്ച് വൈബ്രേഷനൊക്കെ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഡീസൽ എഞ്ചിനല്ലേ. വളരെ ശാന്തമായ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന STK ഓപ്ഷണൽ പെട്രോളാണ് നിങ്ങൾക്ക് 11,70,000 രൂപയ്ക്ക് കിട്ടും. അത് നമ്മൾ ആകെ ഒരു വ്യത്യാസം എന്ന് പറയാവുന്നത് ഈ ഒരു വീൽ സൈസുള്ള വ്യത്യാസമാണ്. പെട്രോൾ അത് 15 ഇഞ്ചാണെങ്കിൽ ഡീസൽ വരുമ്പോൾ 16 ഇഞ്ചായിരിക്കും ഒരു വ്യത്യാസം. ഒഴിച്ച് നിർത്തിയ ബാക്കി എല്ലാ കാര്യങ്ങളും, പിന്നെ എഞ്ചിൻ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്, പെട്രോളും ഡീസലുമാണ് എന്ന് ഒഴിച്ച് നിർത്തിയാൽ മറ്റു യാതൊരു വ്യത്യാസവും ഈ 2 വേരിയൻറ്റുകൾ തമ്മിൽ ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, പെട്രോളാണോ ഡീസലാണോ വേണ്ടത്, അതുപോലെ തന്നെ 1 ലക്ഷം രൂപ കൂടുതൽ മുടക്കാൻ തയ്യാറാണെങ്കിൽ
ഡീസൽ എഞ്ചിൻ്റെ STക്ക് ഓപ്ഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനിൽ നിൽക്കാം. അപ്പോൾ ഇനി എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് നമുക്കിനി പിൻഭാഗത്തോട് ഇരുന്ന് നോക്കാം. പിൻഭാഗം ഞാൻ പറഞ്ഞല്ലോ സ്പേസ് അമേസിംഗ് ആണ്. അതിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുറവുണ്ടോ എന്നുള്ള പിൻഭാഗത്ത് ഇരുന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് സീറ്റ് ഇരുന്ന് നോക്കാം. ബാക്ക് സീറ്റ് ഇരിക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആംറസ്റ്റ് പോലുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും സുഖകരമായ കാര്യം എന്ന് പറയുന്നത് തൈ സപ്പോർട്ടാണ്. കണ്ടോ, കാല് എന്ത് ഗംഭീരമാണ് ചേർന്നിരിക്കുന്നതെന്ന് കണ്ടോ. എനിക്ക് പലപ്പോഴും തോന്നുന്നൊരു കാര്യം ഇതാണ്. ഇപ്പോൾ ഞാൻ ഇരുന്ന ഉടൻ തന്നെ എനിക്ക് മനസ്സിലായി നല്ല തൈ സപ്പോർട്ട് ഉണ്ടെന്ന്. പല വാഹനങ്ങൾക്കും തൈ സപ്പോർട്ട് കുറയുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ശ്രദ്ധിക്കാത്തത്? കാരണം ആരിരുന്ന് നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും തൈ സപ്പോർട്ട് കുറവാണല്ലോ, ഇവിടെ അല്പം കൂടി ഒന്ന് കുഷനിങ് കൊടുത്താൽ ശരിയാകും എന്നുള്ള കാര്യം. അത് മനസ്സിലാക്കാത്ത പല വാഹന നിർമ്മാതാക്കളും ഇത് തൈ സപ്പോർട്ട് കുറഞ്ഞ സീറ്റുകൾ കുഷ്യൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുവിടാം. എന്തായാലും പിൻഭാഗത്തേക്ക് AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ വെക്കാവുന്ന ഒരു സ്പേസ് അവിടെയുണ്ട്. പിന്നെ അത്യാവശ്യം ഫ്ലാറ്റാണ് ഫ്ലോർ എന്ന് പറയാം, അതുകൊണ്ട് സുഖമായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വാഹനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു USP എന്ന് പറയുന്നത് പിൻ സീറ്റ് കംഫർട്ടാണെങ്കിൽ അതിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആകെ പറയുന്ന ടോപ്പിൻ്റെ മോഡൽ ഇവിടം വരെ ഈ ഒരു സൺറൂഫ് നിൽക്കുന്നതിൻ്റെ സുഖമുണ്ട്, ആംറസ്റ്റ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഈ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും നമുക്ക് ടോപ്പിൻ്റെ മോഡലിനൊപ്പം നിൽക്കുന്ന ഒരു കംഫർട്ട് ഇതിൽ കിട്ടുന്നുണ്ട്. ഡോർ പാഡിലേക്ക് പോയാൽ അവിടെയും ഒരു ബോട്ടിൽ വയ്ക്കാം. അതുപോലെ തന്നെ ഏറ്റവും ഗംഭീരമായൊരു കാര്യം എന്ന് പറയുന്നത് മാനുവലി ഉയർത്തി വയ്ക്കാവുന്ന സൺബ്ലൈൻഡ് ഉണ്ടെന്നുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ ചൂടിന് എൻ്റെ പൊന്നോ, ഈ നമ്മൾ ഫിലിം ഒട്ടിച്ചാൽ പോലും ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ എൻ്റെ വണ്ടിയിൽ ഇന്നലെ പകൽ ഉച്ചയ്ക്ക് ഓടിച്ചു പോയപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഫിലിമൊന്നും ഒരു തരത്തിലും ഈ ചൂടിനെ തടഞ്ഞു നിർത്തുന്നില്ല. കുറേയെങ്കിലുമൊക്കെ ഇത്തരം സൺബ്ലൈൻഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് വേരിയൻ്റാണ് ഓടിക്കുന്നതെങ്കിൽ ഫസ്റ്റ് വേരിയൻറ്റിലും, അതായത് എൻട്രി വേരിയൻറ്റിൽ പോലും ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു എന്താ പറയുക, ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധതയാണ്, കിയയുടെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നതെന്ന് പറയാം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ടോപ്പിൻ്റെ മോഡലിൽ നമുക്കിത് സ്ലാൻഡ് ചെയ്യാമെന്നുള്ളതാണ് പിൻഭാഗത്തെ സീറ്റ്. പക്ഷേ ഈ കാര്യത്തിലൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കാനേ പറ്റും. മറ്റൊരുത്തുള്ള സ്ലാൻഡിങ് പൊസിഷനൊന്നും നമുക്ക് കണ്ടെത്താനാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സ്പേസ് അമേസിംഗ് ആണ്. ഈ സീറ്റ് നമ്മൾ അല്പം മുന്നിലേക്കും ഇത് പിന്നിലേക്കും നീക്കിയിട്ടിരിക്കുന്നു. ഇവിടെയും സ്പേസ് മോശമല്ല എന്ന് കാണാം. എന്തായാലും സീറ്റിൻ്റെ കുഷനിങ്ങിനാണ് ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ ഫുൾ മാർക്ക് കിയയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് സെക്കൻഡ് വേരിയൻ്റ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എൻട്രി ലെവൽ വേരിയൻറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആകെ നിങ്ങൾക്ക് കാണുന്ന വ്യത്യാസം ഈ കാണുന്ന പോലെ റൂഫ് ശൂന്യമാണ് എന്നുള്ള കാര്യമാണ്. അതായത് സൺറൂഫ് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ ഫോൾഡിങ്ങിൻ്റെ സ്വിച്ചേ കാണുന്നില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഇതിൻ്റെ അത് സാധ്യമാണെങ്കിലും ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അതൊരു വ്യത്യാസമായിട്ട് കാണാനാവുന്നത്. അപ്പോൾ എന്തായാലും എൻട്രി ലെവൽ വേരിയൻറ്റിൽ പോലും പിശുക്ക് കാണിക്കാത്ത രീതിയിൽ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, മറ്റെല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്, നല്ല സ്റ്റിയറിംഗ് വീലിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പോലുള്ള കാര്യങ്ങളും. പിന്നെ ഒരു ചെറിയ കുറവായിട്ട് പറയാവുന്നത് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു എൻട്രി ലെവൽ മോഡൽ എന്നുള്ള കാര്യമാണ്. പക്ഷേ സ്ലാൻഡിങ് പൊസിഷൻ കിട്ടും മാനുവലി, പക്ഷേ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ലിവർ ഇവിടെ കാണുന്നില്ല. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. എങ്കിൽ പോലും ഈ ഒരു വാഹനങ്ങളുടെ ടോപ്പ് എൻഡ് വേരിയൻറ്റും അതുപോലെ തന്നെ എൻട്രി ലെവൽ വേരിയൻറ്റുമായിട്ട് സ്ക്രീൻ പോലുള്ള കാര്യങ്ങളൊന്നും വ്യത്യാസം കൊടുത്തിട്ടില്ല. സ്റ്റിയറിംഗ് വീൽ പോലുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത്തരം കാര്യങ്ങളൊന്നും യാതൊരു വ്യത്യാസം സംഭവിച്ചിട്ടില്ല. എന്ന് തന്നെ വല്ല എൻട്രി ലെവൽ മോഡലായപ്പോഴത്തേക്കും വളരെ മോശമായിട്ടുള്ള സീറ്റുകൾ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. എല്ലാം ഒരു മിനിമം നിലവാരമുള്ള കാര്യങ്ങളിൽ തന്നെയാണ് കിയ ഇത്തരത്തിലുള്ള 2 വേരിയൻറ്റുകളുടെ ടോപ്പ് എൻഡ് എൻട്രി ലെവൽ വേരിയൻറ്റിലെല്ലാം കൊടുത്തിരിക്കുന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10 ലക്ഷം രൂപയോളം കുറവുണ്ട് ഈ ഒരു വേരിയൻറ്റിനൊക്കെ എന്നുള്ള കാര്യമാണ്. എന്നിട്ട് പോലും നിലവാരം ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ എൻട്രി ലെവൽ വേരിയൻറ്റും അണിയിച്ചൊരുക്കാൻ കിയ മോട്ടോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് എൻ്റെ പേരിലും പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.
അപ്പോൾ നമ്മൾ ഡ്രൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് കാണിക്കാം. ലഹരി വിൽപ്പനയും ഉപയോഗവും കർശനമായി നിരോധിച്ചിരിക്കുന്നു. കഞ്ചാവ്, MDMA നിരോധിത ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പനയും ഉപയോഗവും കണ്ടാൽ ബന്ധുക്കളെന്നോ കൂട്ടുകാരെന്നോ നോക്കാൻ തല്ലുന്നതാണ്. അടിയിൽ യാതൊരു ദയാദർശനം ഉണ്ടാവുന്നതല്ല, ചോദിക്കാൻ വരുന്നവർക്ക് അടി കിട്ടും, പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്രണ്ട്സ് HMD കോളനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിരിക്കും അവർ വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ്. വളരെ ഗംഭീരമായൊരു ബോർഡ്. ഈ ഒരു നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് എന്താ പറയുക, തീരാത്ത ഒരു റോഡാണ്. അതായത് രണ്ടറ്റവും ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രയും ഗംഭീരമായ റോഡുള്ളപ്പോൾ ഇവിടെ എപ്പോഴും യുവാക്കൾ ഒക്കെ വന്ന് MDMA ഒക്കെ ഉണ്ടെന്നാണ് നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സായിട്ടുള്ള ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഉടമകളൊക്കെ പറയുന്നത്. എന്തായാലും MDMA എന്ന് പറയുന്ന സാധനം വളരെ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ പിടിമുറുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകാതിരുന്നാൽ കൊള്ളാം. ഇപ്പം നമ്മളൊക്കെ ഇവിടെ എറണാകുളത്ത് മഹാരാജാസ് കോളേജിലൊക്കെ പഠിച്ചതാണ്. ചെറിയ തോതിലൊക്കെ കഞ്ചാവും കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നെങ്കിലും അതൊക്കെ പഠിച്ച കാലത്തൊക്കെ 1-2 പേരൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നവരെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അതിന് ശേഷമൊന്നും ആരും അത് ജീവിതത്തിൽ കൊണ്ടുനടന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ വളരെ ശ്രദ്ധിക്കുക. MDMA ഒക്കെ നിങ്ങളുടെ ജീവിതത്തെയും ശരീരത്തെയും പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഈ റോഡിൽ വെച്ച് നിങ്ങൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അടി ഉറപ്പാണ്, ചോദിക്കാൻ പറ്റുന്നതിന് അടി കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആ ബോർഡ് കൊള്ളാം. ആ ബോർഡ് പോലെ തന്നെ ഈ വാഹനവും കൊള്ളാമെന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ഓടിച്ചത് ഇതിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് ആയിരുന്നു ഡൽഹിയിൽ ഓടിച്ചത്. അത് നമ്മൾ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലൊക്കെ ചാവട്ടി പിടിച്ച് ഓടിക്കുകയും തിരിച്ചു വരാൻ നേരത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ സമയം ഏകദേശമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഡൽഹി നഗരത്തിലൂടെ ഒരു മരണപ്പാച്ചിൽ ഓടിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് ഹോട്ടലെത്തുകയും അവിടുന്ന് എയർപോർട്ടിലേക്ക് പോയത്. അപ്പോൾ അന്ന് ആ സിറ്റിയിലുള്ള അതിൻ്റെ ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് അമേസിങ് ആയിരുന്നു. നമ്മൾ തിരികെ ഓടിച്ചങ്ങ് പോയി. ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിലും യാതൊരു തരത്തിലുള്ള ലാഗും ഇല്ലായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ മാനുവലാണ്. അപ്പോൾ ഡീസൽ മാനുവലിൻ്റെ ഡ്രൈവബിലിറ്റി മോശമല്ല, നല്ല സ്ലീക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റൊക്കെയാണ്. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള മറ്റ് എൻട്രി ലെവൽ മോഡൽ എന്ന് പറയുന്നത് പെട്രോൾ മാനുവലുമാണ്. അപ്പോൾ നമ്മൾ ആ എഞ്ചിനുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള മറ്റു കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ വിസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല, എത്രത്തോളം ഗംഭീരമായ വിസിബിലിറ്റി ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കോർണർ ഗ്ലാസും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു മുൻഭാഗം എന്നാണ് പറയേണ്ടത്. പിന്നെ ഡ്രൈവിംഗ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ സീറ്റ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സെക്കൻഡ് വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു സീറ്റിംഗ് പൊസിഷൻ ഉണ്ട്. ആ വാഹനത്തിൻ്റെ കാര്യത്തിൽ സീറ്റിംഗ് പൊസിഷൻ ഒട്ടും മോശമല്ല. അപ്പോൾ ഒരു SUV, ഇതൊരു MPV ലുക്കുള്ള വാഹനമാണെങ്കിൽ SUV-ish ആയിട്ടുള്ള അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്ക്രീനൊക്കെ ഒരല്പം താന്നിരിക്കുന്നു, അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി അപാരമാണ്. സ്റ്റിയറിങ്ങിൻ്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് വളരെ മികച്ച ഒരു ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടെത്തുന്ന കാര്യത്തിലും ബുദ്ധിമുട്ടില്ല. എന്തായാലും 10,54,000 രൂപ ഓൺ റോഡ് വിലക്ക് കിട്ടുന്ന എൻട്രി ലെവൽ വേരിയൻറ്റിൽ പോലും സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ ഒന്നും കാര്യത്തിൽ യാതൊരു പിശകും കാണിച്ചിട്ടില്ല. പക്ഷേ ടോപ്പിൻ്റെ മോഡലിലേക്ക് പോകുമ്പോൾ നമുക്കറിയാവുന്ന പോലെ എരാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ 6 എയർ ബാഗ്സ് ഉണ്ട്, ABS ഉണ്ട്, EBD ഉണ്ട്, പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, റിവേഴ്സ് ക്യാമറയുണ്ട്. അത്തരത്തിലുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം സസ്പെൻഷനാണ്. സസ്പെൻഷൻ ഒരു അല്പം ഫേം സൈഡിലാണ്, എങ്കിൽ പോലും ഡാമ്പേഴ്സൊക്കെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മികച്ച ടാർ റോഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിലും വലിയ വ്യത്യാസമൊന്നും നമുക്ക് ഇതിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റിയിൽ തോന്നുന്നില്ല. പിന്നെ അത്യാവശ്യം ഹൈറ്റുള്ളൊരു വാഹനമാണിത്. 190 മില്ലിമീറ്റർ എന്ന് പറയുന്നത് മോശമല്ലാത്ത ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിൻഭാഗത്തിരിക്കുമ്പോൾ വളരെ ചെറിയൊരു ബോഡി റോളുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ പിൻഭാഗത്തിരുന്ന് നോക്കിയിട്ടില്ല. ഹൈറ്റിനനുസരിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ബോഡി റോൾ സാധ്യതയുണ്ട്. എങ്കിൽ പോലും അത്രയും വലിയൊരു വാഹനമൊന്നും അല്ലാത്തതുകൊണ്ട് അത് കാര്യമായ രീതിയിൽ ഫീൽ ചെയ്യാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇനി എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണല്ലോ ഉള്ളത്. ഒന്ന് ഒരു 1 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനും മറ്റൊന്നുള്ളത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ്. ഈ ഒരു ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഹ്യുണ്ടായുടെയും കിയയുടെയും മിക്ക വാഹനങ്ങളിലും നമ്മൾ കാണുന്ന അതേ ഡീസൽ എഞ്ചിൻ തന്നെയാണ്. പെട്രോൾ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉണ്ട്, അതുപോലെ തന്നെ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉണ്ട്. ഡീസൽ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് കൂടാതെ ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആകുമ്പോൾ ഈ ഒരു മാനുവൽ ഗിയർ ബോക്സ് ഇല്ലാത്തൊരു കാര്യം കൂടിയുണ്ട്, അത് ഡ്രൈവ് മോഡുകളും ട്രാക്ഷൻ മോഡുകളുമാണ്. ഡ്രൈവ് മോഡുകൾ 3 ഇക്കോ, നോർമൽ, സ്പോർട്ട്. ട്രാക്ഷൻ മോഡ് സ്നോ, സാൻഡ്, മഡ്. അതൊന്നും പക്ഷേ ഈ ഒരു മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലില്ല. ഈ ഡീസൽ എഞ്ചിനിലേക്ക് വരുമ്പോൾ 116 bhp ആണ് മാക്സിമം പവർ ഉള്ളത്. 4000 RPM-ലാണ് അത് കിട്ടുന്നത്. 250 Nm ആണ് മാക്സിമം ടോർക്ക്. അത് വളരെ ചെറിയ RPM-ൽ 1500-നും 2750 RPM-നും ഇടയിൽ കിട്ടുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ലോ എൻഡ് ടോർക്കൊന്നും മോശമല്ലാത്തതുകൊണ്ട് ഡ്രൈവബിലിറ്റി വളരെ കാര്യമായ രീതിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ്. ഹ്യുണ്ടായി ഡീസൽ എഞ്ചിനുകളുടെ CRDI എഞ്ചിനുകൾ നമുക്കറിയാവുന്ന പോലെ വളരെ സ്മൂത്താണ്. അത് നമുക്ക് ഇതിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 13 സെക്കൻഡ് കൊണ്ടാണ് 100 കിലോമീറ്റർ
വേഗത എടുക്കുന്നത്. പെട്രോൾ എഞ്ചിനിലേക്ക് പോകുകയാണെങ്കിൽ 120 BSP ആണ്, അത് 6000 RPM കിട്ടുന്നു. 172 ന്യൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക്, അതും വളരെ ചെറിയ RPM 1500 തൊട്ടുള്ള RPM കിട്ടുന്നുണ്ട്. ഏതാണ്ട് 11 സെക്കൻഡാണ് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടി വരുന്നത്. പെട്രോളിലേക്ക് പോകുമ്പോൾ 18.2 km/ലിറ്റർ ആണ് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലിന് കമ്പനി പറയുന്ന മൈലേജ്. അതിൻ്റെ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ 17.68 ഡീസൽ എഞ്ചിൻ്റെ മൈലേജ് പറയുകയാണെങ്കിൽ 20.75 ആണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലിന് കമ്പനി പറയുന്ന മൈലേജ്. ഓട്ടോമാറ്റിക് ഡീസലാകുമ്പോൾ അത് 17.65 ആയിട്ട് കുറയുകയും ചെയ്യും. അപ്പോൾ മറ്റു തരത്തിലുള്ള ഡ്രൈവിംഗ് ഇംപ്രഷൻസ് ഒന്നും ഞാൻ അധികം പറയുന്നില്ല, കാരണം വളരെ വിശദമായിട്ട് നമ്മൾ ചെയ്ത ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്: വളരെ വില കൂടിയ ടോപ്പിൻ്റെ മോഡലിലേക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 10,54,000 രൂപയ്ക്ക് പോലും ഇഷ്ടംപോലെ ഇൻറ്റീരിയർ സ്പേസും വളരെ മികച്ച മൈലേജും വളരെ മികച്ച എഞ്ചിനും നല്ല മികച്ച ഒരു മാനുവൽ ട്രാൻസ്മിഷനും ഒക്കെ ഉള്ള ഒരു സിറോസ് ആണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ 10 ലക്ഷം രൂപയ്ക്ക് കിട്ടാവുന്ന വാഹനങ്ങളിലെ ഏറ്റവും മികച്ച ഒരു വാഹനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് മറ്റൊരു കാരണം, എപ്പോഴും പുതിയ വാഹനങ്ങളാണ് കൂടുതൽ ടെക്നോളജിയും കൂടുതൽ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നൊരു വാഹനമാണല്ലോ സിറോസ്. തൊട്ടടുത്ത ഒരു വാഹന നിർമ്മാതാവ് ഇതേ സെഗ്മെൻറ്റിലെ മറ്റൊരു വാഹനം കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ അത് മികച്ചതായി തീർന്നേക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും പുതുതായിട്ട് ലാൻഡ് ചെയ്ത ഇദ്ദേഹമാണ് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച വാഹനമെന്ന് നിസ്സംശയം പറയാം. കിയയുടെയൊക്കെ വാഹനങ്ങൾക്ക് ആദ്യകാലത്ത് വരുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസാണ് അല്ലെങ്കിൽ വേരിയൻസാണ് ഉണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ കിയയുടെയൊക്കെ ഷോറൂമുകളിലെ എക്സിക്യൂട്ടീവ്സിന് കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള വേരിയൻസ് കൊടുക്കുമായിരുന്നെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് വേരിയൻസ് ഒന്നുമില്ല കേട്ടോ. ആകെ 6 വേരിയൻസേ ഉള്ളൂ. അതിന് പിന്നെ ഓപ്ഷണൽ എന്നൊക്കെ പറയുന്ന ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി വിലയിലേക്ക് പോകാം. വിലയൊക്കെ നോക്കി വായിക്കാം കേട്ടോ, കുറേ ഉണ്ട്. അതുകൊണ്ടാണ് വില എന്ന് പറയുന്നത് എൻട്രി ലെവൽ പെട്രോൾ വേരിയൻ്റ് ഓൺ റോഡ് വില വെറും 10,54,000 രൂപയാണ്. അതാണ് നിങ്ങൾ ആ വാഹനം. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ പെട്രോൾ കാണുന്ന എൻട്രി ലെവൽ മോഡൽ, അതായത് HTK എന്ന് പറയുന്നത് ഈ ഒരു ഡീസൽ വേരിയൻറ്റിലില്ല. ഡീസൽ വേരിയൻറ്റിൽ മോഡൽ ആരംഭിക്കുന്നത് തന്നെ HTK ഓപ്ഷനിലാണ്. അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം. ഇതിന് ഓൺ റോഡ് വില എന്ന് പറയുന്നത് 13,25,000 രൂപയാണ്. പെട്രോളിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ്, അതായത് തൊട്ട് മുകളിലത്തെ വേരിയൻറ്റ് എന്ന് പറയുന്നത് 11,69,000 രൂപയാണ്. അതായത് 11,69,000 രൂപ നിങ്ങൾക്ക് സൺറൂഫ്, സിംഗിൾ പെയിൻ സൺറൂഫും ഫോൾഡിംഗ് മിറേഴ്സും ഒക്കെ ഉള്ള ഒരു വാഹനം ലഭ്യമാണ്. പിന്നെ മുകളിലേക്ക് പോയി പെട്രോളിൻ്റെ ടോപ്പ് എൻഡ് മോഡൽ എന്ന് പറയുന്നത് 20,39,000 രൂപയാണ്. ഡീസലിൻ്റെ ടോപ്പ് എൻഡ് മോഡൽ എന്ന് പറയുന്നത് 21,68,000 രൂപയും. എന്ന് പറയുമ്പോൾ പെട്രോളിൻ്റെ എൻട്രി ലെവൽ വേരിയൻറ്റും അതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റുമായിട്ട് കൃത്യമായും 10 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. ഡീസലിൻ്റെ കാര്യത്തിൽ ഈ കാണുന്ന എൻട്രി ലെവൽ വേരിയൻറ്റും ടോപ്പ് എൻഡ് വേരിയൻറ്റുമായിട്ട് ഏതാണ്ട് 9 ലക്ഷം രൂപയുടെ വ്യത്യാസവുമുണ്ട്. അപ്പോൾ ഇത്രയും വ്യത്യാസമുള്ള ഒരു വാഹനം വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ഇത്രയധികം വില കൂടിയൊരു വാഹനം വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓപ്റ്റ് ചെയ്യാവുന്ന 2 വേരിയൻസാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഒന്ന് 11,25,000 രൂപയ്ക്ക് ഇടുന്ന പെട്രോൾ വേരിയൻറ്റ്, ഇത് 12,69,000 രൂപയ്ക്ക് ഇടുന്ന ഡീസൽ വേരിയൻറ്റ്. അപ്പോൾ ഈ വിലയ്ക്കും കിയ സിറോസ് കിട്ടും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് മിസ്സാകാൻ പോകുന്ന LED ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സ്, പിന്നെ പാനോറമിക് സൺറൂഫ് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ്. അത്തരം പുകകളിൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 വാഹനങ്ങൾ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.